കൊച്ചി പോർട്ടിനെയും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനെയും തമ്മിൽ ബന്ധപ്പെടുത്തിയാണ് റോറോ സർവീസ് ആരംഭിച്ചത്. വല്ലാർപാടത്തിനും ഐലൻഡിനുമിടയിൽ കണ്ടെയ്നർ നീക്കം എളുപ്പത്തിലാക്കാൻ റോറോ സർവീസിന് കഴിയും. 68 മീറ്റർ നീളവും 14 മീറ്റർ വീതിയുമുള്ള കൂറ്റൻ ബാർജാണ് റോറോ സർവീസിനായി ഉപയോഗിക്കുന്നത്. സിംഗപ്പൂരിൽ നിന്നും വാടകയ്ക്കെടുത്തതാണ് ലോർഡ്സ് ബ്രിഡ്ജ് എന്നുപേരുള്ള ബാർജ്. ഇരുഭാഗത്തേക്കും ഓടിച്ചു പോകാൻ സാധിക്കുന്നതിനാൽ വാഹനങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ കയറ്റിയിറക്കാൻ കഴിയും. 20 അടിയുള്ള കണ്ടെയ്നറുകൾ വഹിക്കുന്ന 15 ട്രക്കുകൾക്ക് ഒരേ സമയം ബാർജിൽ കയറാം. Here you will have the vehicle rolling in from one side and getting down on the other side without any reversing or anything of that sort. The whole operation of loading about 15 trucks will take just less than 10 minutes. റോഡ് മാർഗം ഐലൻഡിൽ നിന്നും വല്ലാർപാടത്തേക്കുള്ള 38 കിലോമീറ്റർ സഞ്ചരിക്കാൻ 1 മണിക്കൂറിലേറെ സമയമെടുക്കും. എന്നാൽ റോറോ സർവീസിൽ ഇതിനു വേണ്ട സമയം വെറും 25 മിനിറ്റ് മാത്രമാണ്. റോഡിലെ തിരക്കൊഴിവാക്കാനും ഇതിനാൽ സാധിക്കും. കൊച്ചി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് ഒരുപാട് യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 40 ഫീറ്റ് 20 ഫീറ്റ് കണ്ടെയ്നറുകൾ വളരെ വൻതോതിലുള്ള ഗതാഗതക്കുരുക്ക് ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാകും. അങ്ങനെ കുറച്ച് പൊല്യൂഷൻസും ട്രാഫിക് ബ്ലോക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ റോറോ സർവീസ് വന്നിരിക്കുന്നത്. ദിവസം 24 ട്രിപ്പുകൾ വരെ നടത്താൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇതോടെ ചരക്കു നീക്കം എളുപ്പമാക്കുന്നതിനോടൊപ്പം സമയവും ലാഭിക്കാം. ചരക്കു ഗതാഗതത്തിന് പുതിയ മാർഗങ്ങൾ തുറന്നിടുകയാണ് റോറോ സർവീസ്. വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നും വെറും 20 മിനിറ്റ് കൊണ്ട് കണ്ടെയ്നറുമായി റോറോ വല്ലാർപാടത്തെത്തുമ്പോൾ റോഡിലൂടെ ചരക്കുമായി പോകുന്നവർക്ക് നോക്കിയിരിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ റോറോ സർവീസിൽ നിന്നും ക്യാമറാമാൻ അനൂപ് ചെറക്കാക്കോടിനൊപ്പം വിമൽ മാരാർ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.